because you know that I love you. Yes, that is, you're taking it for granted, man. കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എല്ലാം ഓഡിയോ ഫയലിലുണ്ട്, വോയിസ് റെക്കോർഡിലുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ കോണ്ടാക്റ്റിലാണ്. ആ സ്ത്രീയുടെ ജീവൻ അപകടത്തിലാണ്. അവർക്ക് ഹെൽപ്പ്. സമൂഹ മാധ്യമങ്ങളുടെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന നടി മഞ്ജു വാര്യരുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരൻ നീ ട്രസ്റ്റ് അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല മഞ്ജു. നീ ഇപ്പൊ 2 വർഷമായിട്ട് നീ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ. ഞാൻ നിക്കൂ ഞാൻ പറയട്ടെ. ഇല്ല, വെയിറ്റ് ഇത്രയും നേരം നീ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഇത്ര ഞാൻ ഒരു കോണസ്റ്റ് നീ പറയും പോലെ മോശത്തിൽ കോണസ്റ്റ് ഞാൻ വീണ്ടും എന്റെ ഫോണിൽ എന്തിനാ വിളിക്കുന്നു? when I know the possibility of ruining me is high, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നടാ? എന്തിനാടാ ചെയ്യണം? അത് കുറച്ച് ആലോചിച്ച് നോക്കടാ. ഞാൻ എത്ര ദൂരം കോണസ്റ്റും തീര സ്ത്രീ ആയാലും ഏത് തേങ്ങ ആയാലും മോശமான സ്ത്രീ ആയാലും because you know that I love you. No. Yes, no, that is, you're taking it for granted, man. No, yes. No, I am not. The reverse is true. That is the only fucking reason. I trust you because the reverse is fucking true. മനസ്സിലായോ? ശരി, പറ. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് പറ. That is the only fucking reason. ചെയ്തിട്ട് നീ മനസ്സ് തുറന്ന് സംസാരിക്കാം. ഇതെന്റെ ശബ്ദരേഖ അല്ല. എന്നെ അറിയാത്ത ആളല്ലല്ലോ മഞ്ജു വാര്യർ. എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അടുത്ത സിനിമ ചെയ്യാനിരുന്നപ്പോഴും അതിനകത്ത് അഭിനയിക്കാമെന്ന് തയ്യാറായ ആളാണ്. അപ്പോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. 2 വർഷമായിട്ട് ഞാനും മഞ്ജു വാര്യരുമായിട്ട് സംസാരിക്കുന്നു. ഇതാണ് ശബ്ദരേഖ. അവർ പറഞ്ഞതനുസരിച്ച് അവരുടെ ജീവന് ഭീഷണിയുണ്ട്, അവരുടെ മകളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ഞാൻ പൊതുസമൂഹത്തോട് പറയുന്നു. അപ്പൊ അവർക്ക് ചെയ്യാവുന്നത്, സനൽ ഇത് ഞാനാണ് നിങ്ങൾ ആരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാം. അതല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് ഇടാം, അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി പറയാം. ഇതൊന്നും അല്ലാതെ 8 ദിവസത്തിന് ശേഷം 8-10 ദിവസമായി തോന്നുമ്പോ ഒരു കേസ് അർദ്ധരാത്രി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? ഇതൊരു സംവിധായകനാണ്. ഇനി പേരൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി ഇയാൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതും മഞ്ജു വാര്യറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയിൽ. ലോല, സെക്സി ദുർഗ, കയറ്റം തുടങ്ങിയ സിനിമകളിലൊക്കെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു സംവിധായകനാണ് ഈ ഒരു സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇയാള് സംവിധാനം ചെയ്ത സിനിമ എനിക്ക് തോന്നുന്നു ടൊവിനോ തോമസിന്റെ വഴക്ക്, ആ ഒരു സിനിമയാണെന്ന് തോന്നുന്നു. സനൽകുമാറിന്റെ കയറ്റം സിനിമയിലാണ് മഞ്ജു വാര്യർ ഇതിന്റെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ഒരു നടി എന്ന് പറയുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് മഞ്ജു വാര്യർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വേണമെങ്കിൽ പറയലേ. കാരണം ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണ്, ഈ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് മഞ്ജു വാര്യരെ കുറിച്ചും ഈ ഒരു സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പുകൾ ഭയങ്കര രീതിയിൽ വിവാദമായിരുന്നു. ആ കുറിപ്പുകൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇയാൾക്ക് വട്ടാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. എന്തായാലും അന്ന് ഈ ഒരു നടപടിക്കെതിരെ നടി മഞ്ജു വാര്യർ പോലീസിൽ പരാതിപ്പെടുകയും ഈ ഒരു സനൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അത് 2022 ഈ ഒരു സംഭവം നടക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അപമാനിച്ചു എന്നുള്ള ഒരു പരാതി തന്നെയായിരുന്നു മഞ്ജു വാര്യർ അന്ന് കൊടുത്തിരുന്നത്. പിന്നാലെ ഇയാളെ കുറെ ബഹളം വെക്കുകയും ഇയാളെ കൊല്ലാൻ ശ്രമമാണ് എന്നുള്ള രീതി ഇയാളെ പിന്നീട് ഫേസ്ബുക്ക് ലൈവിലൂടെയൊക്കെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചു രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്ന പുള്ളിക്കാരൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല. വീണ്ടും മഞ്ജു വാര്യർക്കെതിരെ ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് വന്നിരിക്കുകയാണ്. അതും മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ രംഗത്ത് വന്നത്. അതായത് മഞ്ജു വാര്യരുടെ ജീവന് ഭീഷണിയുണ്ടെന്നും മഞ്ജു വാര്യർക്ക് മാത്രമല്ല മഞ്ജുവിന്റെ മകൾക്കും ഭീഷണിയുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു, മഞ്ജു ആണ് സംസാരിക്കുന്നതെന്ന രീതിയിലുള്ള ഒരു ഓഡിയോ ഫയലും ഇയാൾ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ 2 വർഷമായി ഇവർ രണ്ടുപേരും നിരന്തരം ഈ ഒരു മഞ്ജു അപരനാമത്തിൽ ഇയാളോട് സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു 3 ദിവസം മുൻപ് ഇയാളോട് സംസാരിച്ചതിന്റെ ഒരു ശബ്ദരേഖയാണ് ഇതെന്ന് പറഞ്ഞാണ് അയാൾ ആ ഒരു ഓഡിയോ ഫയൽ ഈ ഒരു ഡയറക്ടർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു അറുതി എന്നോണം കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു നടി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ തന്നെ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസിലെ ഇമെയിൽ വഴിയാണ് പരാതി കൊടുത്തത്. ഒരു ഇമെയിൽ വഴി മഞ്ജു വാര്യർ പരാതി കൊടുത്തല്ലോ, അതിന് പിന്നാലെ തന്നെ News 18 ചാനലുകാർ ഇയാളുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തുകയുണ്ടായി.
ആ ഇന്റർവ്യൂവിൽ ഇയാൾ പറയുന്ന പൊട്ടത്തരം കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങ് ഇതിനെ അന്താളിച്ച് നിന്ന് പോകും കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. സംവിധായകൻ സനൽകുമാർ ശശിധരനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. പ്രമുഖ നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തിരുന്നു. നടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. എറണാകുളം എളമക്കര പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സംവിധായകൻ സനൽകുമാർ ശശിധരനും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സനൽകുമാർ ശശിധരൻ, നിങ്ങളൊരു കാര്യം പറയുക, അത് നിഷേധിച്ചുകൊണ്ട് നടി നിങ്ങൾക്കെതിരെ ഇമെയിൽ വഴി പരാതി കൊടുക്കുക, ജാമ്യമില്ലാ വകുപ്പുകളിൽ പോലീസ് കേസെടുക്കുക, ഇത് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ഇതല്ല യഥാർത്ഥത്തിൽ നടക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ വീണ്ടും പോസ്റ്റ് ഇടുക, അതെന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ് സ്ത്രീ എന്താണ് കേസ് എന്താണെന്ന് എനിക്കറിയില്ല. സ്ത്രീയുടെ എന്താ കേസ് എന്താ? പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, സ്ത്രീത്വത്തെ അപമാനിക്കുക, ഈ വകുപ്പുകളിൽ ജാമ്യമില്ലാത്ത ഈ വകുപ്പുകളാണ് കേസെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന എഫ്ഐആർ അനുസരിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ മഞ്ജു വാര്യരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജു വാര്യർ എന്നോട് പറഞ്ഞത് അവരുടെ ജീവന ഭീഷണിയുണ്ട്, എന്നോട് ബന്ധപ്പെട്ടാൽ തന്നെ ഞാനുമായിട്ട് കോൺടാക്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെയും അവരുടെ മകളുടെയും ജീവന ഭീഷണിയുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ആ ശബ്ദരേഖ പബ്ലിഷ് ചെയ്യുകയും അതേപറ്റി പുറം ലോകത്തോട് പറയുകയും ചെയ്തു. അതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരു വലിയ വിഷയമായതുകൊണ്ട്, അത് എന്റെ കൺസേൺ ആയതുകൊണ്ട് ഞാൻ സൊസൈറ്റിയോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എന്താ വ്യക്തമായിട്ടുള്ള സ്റ്റോക്കിംഗ് ഉണ്ടല്ലോ. അതായത് ഒരാൾക്ക് അപകടം വരുന്നു എന്ന് മാത്രമല്ലല്ലോ നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഒരു പ്രണയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രണയമുണ്ട് എന്ന തരത്തിലൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആളുടെ വികാരത്തെ മാനിക്കാത്ത ഒരു കാര്യമായിരിക്കുമല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ 2 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംസാരത്തിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഞാൻ പുറത്തുവിട്ടത്. കാരണം അത് എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്നോട് കോൺടാക്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ ജീവന ഭീഷണിയാണ് എന്ന് നിരന്തരം പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പുറത്തുവിട്ടത്. അതിനകത്ത് എന്ത് സ്റ്റോക്കിംഗ് ആണുള്ളത്? അപ്പൊ പിന്നെ ഈ പരാതി വന്നിരിക്കുന്നത് ഇപ്പോ ആദ്യത്തെ കേസിൽ കുറ്റപത്രം നൽകാനിരിക്കുകയാണ് ഈ രണ്ടാമത്തെ പരാതിയാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇതിന് പരാതി കൊടുക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ. ഇല്ല, ഉറപ്പായിട്ടില്ല, പരാതി കൊടുക്കേണ്ട സാഹചര്യം ഇല്ല. ഇതിനകത്ത് ആകെ കൂടെ ഉള്ളത്, ഞാൻ ആ ശബ്ദരേഖ പുറത്ത് വയ്ക്കുമ്പോൾ മഞ്ജു വാര്യർക്ക് ചെയ്യാവുന്നത് മഞ്ജു വാര്യർ പബ്ലിക്കായിട്ട് അത് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കുകയോ ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരണമെന്നില്ലല്ലോ, അത് ഓരോരുത്തർ ചോയ്സ് ആണല്ലോ. നിയമപരമായിട്ട് മുന്നോട്ട് പോയാൽ മതിയല്ലോ. എല്ലാവരും പബ്ലിക്കായിട്ട് കാര്യങ്ങൾ പറയില്ലല്ലോ. നിയമപരമായിട്ട് ഇതിനു മുൻപ്, ഇത് ആദ്യമായിട്ടല്ലോ, ഇതിനു മുൻപ് 3 വർഷം മുൻപ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്. അത് കള്ളക്കേസാണെന്ന് മഞ്ജു വാര്യർ തന്നെ ആ ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. ഇതുവരെ അതിനകത്ത് ഒരു തെളിവ് കൊടുത്തിട്ടില്ല, യാതൊരു തരത്തിലെ കേസ് മുന്നോട്ട് പോയിട്ടില്ല. ഇല്ല, അത് കുറ്റപത്രം നൽകാനിരിക്കല്ലേ, അത് തള്ളിപ്പോയിട്ടൊന്നുമില്ലല്ലോ. കേസ് കുറ്റപത്രം നൽകാനിരിക്കല്ലേ. 3 വർഷം ഒരു കേസിന് ആ കേസിന്റെ ആകെ കൂടെ ശിക്ഷാ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആ കേസിൽ എന്ത് കുറ്റപത്രമാണ് ഇനി 3 വർഷം കഴിഞ്ഞിട്ട് നൽകാനിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനകത്ത് യാതൊരു തരം നടപടി ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് അതിലിതുവരെയും മൊഴി രേഖപ്പെടുത്താത്തത്? കുറ്റപത്രം നൽകിയതിനു ശേഷമായിരിക്കില്ലേ അതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുക സാധാരണ? കുറ്റപത്രമല്ല, കുറ്റപത്രം നൽകണമെങ്കിൽ അന്വേഷണം നടക്കണ്ടേ? അതിനകത്ത് മഞ്ജു വാര്യരുടെ മൊഴി രേഖപ്പെടുത്തണ്ടേ? 3 വർഷം വേണം ഒരു കേസിൽ മൊഴി രേഖപ്പെടുത്താൻ. ഇപ്പോൾ നൽകിയ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എന്നെ ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസിൽ എന്നെ ഇങ്ങനെ നടുറോഡിൽ അറസ്റ്റ് ചെയ്യുന്നത് ഏത് നിയമത്തിന്റെ പേരിലായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്തത്? ഇപ്പൊ കൊടുത്ത പരാതി എന്താണ്? ഇപ്പൊ കൊടുത്ത പരാതി, ഞാൻ ഒരു 7 ദിവസം മുൻപ് ഞാനും മഞ്ജു വാര്യരുമായിട്ട് 2 വർഷമായിട്ട് സംസാരിക്കുന്നുവെന്നും അവരുടെ ജീവന ഭീഷണി ഉണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞുവെന്നും അതിന്റെ ശബ്ദരേഖയാണ് ഇത് എന്നും പറഞ്ഞിട്ട് ഞാൻ പൊതുസമൂഹത്തോട് സംസാരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ അത് അവരുടെ ശബ്ദരേഖ അല്ലെങ്കിൽ അത് അവർ പറയല്ലേ ചെയ്യേണ്ടത്? ഇതെന്റെ ശബ്ദരേഖ അല്ല. എന്നെ അറിയാത്ത ആളല്ലല്ലോ മഞ്ജു വാര്യർ. എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അടുത്ത സിനിമ ചെയ്യാനിരുന്നപ്പോഴും അതിനകത്ത് അഭിനയിക്കാമെന്ന് തയ്യാറായ ആളാണ്. അപ്പോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, 2 വർഷമായിട്ട് ഞാനും മഞ്ജു വാര്യരുമായിട്ട് സംസാരിക്കുന്നു, ഇതാണ് ശബ്ദരേഖ, അവർ പറഞ്ഞതനുസരിച്ച് അവരുടെ ജീവന ഭീഷണിയുണ്ട്, അവരുടെ മകളുടെ ജീവന ഭീഷണിയുണ്ട് എന്ന് ഞാൻ പൊതുസമൂഹത്തോട് പറയുന്നു. അപ്പൊ അവർക്ക് ചെയ്യാവുന്നത്, സനൽ ഇത് ഞാനാണ് നിങ്ങൾ ആരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാം. അതല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് ഇടാം, അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി പറയാം. ഇതൊന്നും അല്ലാതെ 8 ദിവസത്തിന് ശേഷം 8-10 ദിവസമായി തോന്നുമ്പോ ഒരു കേസ് അർദ്ധരാത്രി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? ശ്രീ സനൽകുമാർ ശശിധരൻ, താങ്കളുടെ താങ്കൾ പറയുന്നതിന്റെ ആത്മാർത്ഥതയെ മാനിക്കുന്നു. പക്ഷേ ഇത് അപ്പുറത്ത് നിന്ന് ഒരാൾ പറയുമ്പോഴാണല്ലോ അതിനൊരു വാലിഡേഷൻ ഉണ്ടാവുന്നത്. എല്ലാ കാര്യങ്ങളും അപ്പുറത്ത് നിന്ന് പറയുന്നതിന്റെ സത്യസന്ധത ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പുറത്ത് സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം 3 വർഷം മുമ്പ് ഒരു കേസ് കൊടുത്തപ്പോൾ തന്നെ അത് കള്ളക്കേസാണ് എന്ന് കൃത്യമാണ്. ആ കള്ളക്കേസാണെന്ന് അതിനകത്ത് ആ ശബ്ദരേഖ അവർ നിഷേധിക്കാത്തിടത്തോളം കാലം ആ ശബ്ദരേഖയിൽ അത് പറയുന്നുണ്ട്. എനിക്ക് തെറ്റുപറ്റിയൊന്നും അറിയില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഈ കേസിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഈ കേസിൽ എന്റെ കൺട്രോൾ ഇല്ല, ഞാൻ അറിയാതെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അതിൽ പറയുന്നു. അപ്പൊ അത് നിഷേധിച്ചിട്ടില്ല, അത് എന്റെ ശബ്ദരേഖയല്ലെന്ന് മഞ്ജു വാര്യർ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ കേസിൽ ഇതുവരെയും യാതൊരു തരം നടപടികളും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ ഇപ്പോ എന്റെ അറിവിൽ ഒരു സ്ത്രീയുടെ ജീവന ഭീഷണിയുണ്ട്, അവരുടെ മകളുടെ ജീവന ഭീഷണിയുണ്ട് എന്ന് അറിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കണോ? അതാണോ പൗരധർമ്മം? നിങ്ങളാണെങ്കിൽ മിണ്ടാതിരിക്കുമോ?
അല്ല ശ്രീ സനൽകുമാർ ശശിധരൻ, ഈ ഓഡിയോ ഈ പറയുന്ന നടിയുടേതാണ് എന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് സ്ഥിരീകരിക്കാത്ത ഒരു ഓഡിയോ താങ്കൾ പറയുന്നുണ്ട്. ഇത് ആർക്കും സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു ഓഡിയോ ഒരു പ്രമുഖ നടിയുടേതാണെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് പൊതുജനം വിശ്വസിക്കുക? അതിനെന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടോ? ഞാൻ പറഞ്ഞത് 2 വർഷം മുൻപ് മഞ്ജു വാര്യർ എന്നെ ഒരു ഫേക്ക് ഐഡിയിൽ ബന്ധപ്പെട്ടു. കാരണം അവർക്ക് നേരിട്ട് എന്നോട് സംസാരിക്കാനുള്ള അവസരമില്ല. എന്നോട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ നഷ്ടമാകും എന്ന് അവർ എന്നോട് പറഞ്ഞു. അങ്ങനെ 2 വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു. 2 വർഷത്തിനൊടുവിൽ അവർ എന്നോട് പറയുന്നു, സനൽ നിങ്ങൾ പൊക്കോളൂ, എനിക്ക് എന്റെ ജീവിതം തീർന്നു, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെയും എന്റെ മകളുടെയും ജീവൻ അപകടമുണ്ട് എന്ന് അവർ എന്നോട് പറയുന്നു. ഞാൻ അതറിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പറയാതിരിക്കണോ? അല്ല ശ്രീ സനൽകുമാർ ശശിധരൻ, ഇതിൽ 2 വിഷയം ഞാൻ ചോദിക്കുന്നത്. ഒന്ന്, താങ്കൾ പുറത്തുവിട്ട ഓഡിയോ അത് ആരുടേതാണ് എന്നുള്ള സ്ഥിരീകരണം ഇല്ലാത്തത്, അത് താങ്കളാണ് പറയുന്നത്. അതുവരെ ആർക്കും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അല്ല ഞാൻ പറയുന്നു അത് മഞ്ജു വാര്യരുടേതാണ്. മഞ്ജു വാര്യരുടേതാണെന്ന് ഞാൻ പറയുമ്പോ വെറുതെ ഞാൻ പറയുന്നതാണെങ്കിൽ മഞ്ജു വാര്യരോട് പറയാമല്ലോ, ഇത് മഞ്ജു എന്റെ അല്ല, വെറുതെയാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അവർ കേസ് കൊടുത്തിരിക്കുന്നത്. അവർ കേസ് കൊടുത്തിരിക്കുന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണല്ലോ. അത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കറിയില്ല, കേസ് എന്താണെന്ന് എനിക്കറിയില്ല. അത് സ്ത്രീത്വത്തെ അപമാനിക്കലല്ല, അത് അവരുടേതല്ലെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് സനൽ ഇത് എന്റേതല്ല, ഇത് പിൻവലിക്കൂ, ഇതിന് ഇങ്ങനെ പറയൂ എന്നാണ് അവർ പറയേണ്ടത്. അതല്ലാതെ 8 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ആ ശബ്ദരേഖ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഞാൻ അത് ആദ്യം ചെയ്തത് അതിൽ വാട്സപ്പിൽ അവരുടെ ബ്രദറിനും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. 1/2 മണിക്കൂറിനകത്ത് എന്റെ വാട്സപ്പ് ബ്ലോക്കായി. അപ്പോഴാണ് ഞാൻ പബ്ലിക്കായിട്ട് അത് പബ്ലിഷ് ചെയ്തത്. പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇത്ര ദിവസമായി യാതൊരു ചർച്ചയുണ്ടായില്ല, ഒന്നും മിണ്ടിയില്ല, ഒരു കേസും ഉണ്ടായില്ല. 8 ദിവസമായപ്പോൾ ആളുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വന്നപ്പോ ഈ ഒരു കേസ് പിന്നെ മിണ്ടരുത്, വേറെ ആരും മിണ്ടരുത്, അവർക്ക് പബ്ലിക്കായിട്ട് മഞ്ജു വാര്യർക്ക് വന്നിട്ട് ഇതേപ്പറ്റി സംസാരിച്ചാൽ എന്താ കുഴപ്പം? ശ്രീ സനൽകുമാർ ശശിധരൻ, അപ്പോഴും ഒരാൾ ഇങ്ങനെ ഒരു വിഷയം പറയുന്നു, അത് നിങ്ങൾ കുറച്ചുപേരുടെ ഇടയിൽ നിൽക്കുമായിരിക്കുമെന്ന് കരുതുന്നു. ഇത് നിങ്ങൾ പൊതു സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു, സമൂഹ മാധ്യമങ്ങളിൽ തുറന്നു പറയുന്നു, അത് വലിയ ഒരു ഇമേജ് ഡാമേജിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ അത് കേസിലേക്ക് കടക്കുന്നു. അത് വളരെ വ്യക്തമല്ലേ? അല്ല, ഈ ഒരു സ്ത്രീയുടെ ജീവൻ ആപത്തുണ്ട് എന്ന് അവർ എന്നോട് പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യുക? അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ അറിയിക്കണം, അല്ലേ? അതിലേ ചെയ്യാൻ പറ്റൂ. അല്ല, അപ്പൊ അത് അവരത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയുന്നത് ശരിയല്ല എന്ന് അവർ കരുതുന്നു എന്നുള്ളത് കൊണ്ടല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ അത് പറയല്ല ചെയ്യേണ്ടത്. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇത് എന്റെ അല്ല എന്ന് പറയല്ല ചെയ്യേണ്ടത്. താങ്കൾ ഇതിനു മുൻപും ഇത്തരം ചില കാര്യങ്ങൾ ഒക്കെ ഉന്നയിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ തരത്തിൽ എടുത്താൽ മതി. ഇതുവരെ നേരിട്ട് മഞ്ജു വാര്യർക്ക് എന്നോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മഞ്ജു വാര്യരുടെ ഒഫീഷ്യൽ കോൺടാക്റ്റിൽ നിന്ന് അത് അവർ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെ ലോകത്ത് സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരാളില്ല. അങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ മഞ്ജു വാര്യർ ജീവിച്ചിരിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. എന്റെ ലോകത്ത് സനൽകുമാർ ശശിധരൻ എന്നൊരാളില്ല, ഞാൻ ജീവിച്ചിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. 2 വർഷമായിട്ട് അങ്ങനെ സംസാരിക്കുകയാണ്. അല്ല, ശ്രീ സനൽകുമാർ ശശിധരൻ, നിങ്ങൾ എന്ത് പറയുമ്പോഴും അപ്പുറത്ത് നിന്ന് ഇത് ഏത് തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ വരുന്നത്. താങ്കൾ ഒരു വലിയ കാര്യം പറയുന്നു. അപ്പുറത്ത് നിന്ന് ഞാൻ പറയട്ടെ, ആ ശബ്ദരേഖയിൽ ഞാൻ മാത്രമല്ലല്ലോ സംസാരിച്ചിരിക്കുന്നത്, സംസാരിച്ചിരിക്കുന്നുണ്ട്. അവരുടെ സ്ലാങ് മാറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മഞ്ജു വാര്യർ അറിയാവുന്ന ആളുകൾ കൃത്യമായിട്ട് അറിയാം മഞ്ജു വാര്യരാണെന്ന് മനസ്സിലാവും. അപ്പോ മഞ്ജു വാര്യർക്ക് വേണമെങ്കിൽ പറയാം ഇതെന്റെ അല്ല, പറ്റും. അല്ല, എല്ലാ വിഷയത്തിലും പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കഴിയുമോ? അവരെ പോലെ നിൽക്കുന്ന ഒരു നടിക്ക് എല്ലാ വിഷയത്തിലും പൊതുസമൂഹത്തിന് മുന്നിൽ പറയണോ? ഒരു ശല്യമായിട്ട് വരുമ്പോൾ അവർക്ക് ഒരു പോലീസ് കേസിലേക്ക് പോയി ശല്യം പരിഹരിക്കാമെന്നായിരിക്കും വിചാരിക്കുക. അല്ലല്ല, ഞാൻ ചോദിച്ചത് എന്ത് ശല്യമാണെന്ന് പറഞ്ഞിട്ട് 3 വർഷം മുമ്പ് ഒരു കള്ളക്കേസ് കൊടുത്തിട്ട് ആ കേസിൽ തെളിവ് കൊടുത്തോ? അല്ല, ആ കേസ് തള്ളിപ്പോയിട്ടില്ലല്ലോ. ആ കേസ് ഇപ്പോഴും ഉണ്ടല്ലോ. കുറ്റപത്രം കൊടുക്കാൻ പോകുന്നല്ലോ. ആ കേസ് താങ്കൾ പറയുന്ന കേസ് പുകഞ്ഞു പോയിട്ടില്ലല്ലോ. 3 വർഷമായിട്ട് ഒരു കേസ് പുകഞ്ഞു പോകുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം ആ കേസിനെ പറ്റിയുള്ള ധാരണ വേണം. ഒരു കേസിന്റെ മാക്സിമം ശിക്ഷാ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആ 3 വർഷം കഴിഞ്ഞാൽ ആ കേസ് സ്വാഭാവികമായിട്ടും പുകഞ്ഞു പോകും. അത് ആ കേസ് കുറ്റപത്രം നൽകാവുന്ന ഒരു സ്റ്റേജിലല്ലേ നിൽക്കുന്നത്? അത് താങ്കൾ പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക എന്ന് മനസ്സിലാവുന്നില്ല. ആ കേസ് റദ്ദാക്കപ്പെട്ടിട്ടില്ലല്ലോ. കുറ്റപത്രമല്ല, ആ കേസിൽ അന്വേഷണമേ നടത്തിയിട്ടില്ല. 2 ഫോൺ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണമെന്ന് പറഞ്ഞു, ഒരിടത്ത് അയച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരിടത്ത് അയക്കണമെന്ന് പറഞ്ഞു. 2 ഫോൺ പിടിച്ചു വെച്ചിട്ടുണ്ട്. 3 വർഷമായി. ആ ഫോൺ അഴുകി പോയിട്ടുണ്ടാവും. ഈ കേസിൽ എന്തായാലും അവർ മൊഴി നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഇമെയിലിൽ നിന്നാണ് പരാതി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ അതാണ് ചോദിക്കുന്നത്, അവർ മൊഴി നൽകില്ല എന്നാണോ? എന്നോട് പറഞ്ഞതനുസരിച്ച് മഞ്ജു വാര്യരുടെ ഇമെയില്, മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക്, മഞ്ജു വാര്യരുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടും കൈകാര്യം ചെയ്യുന്നത് വേറെ ആരോ ആണ്. അവർക്ക് അതിനകത്ത് കൺട്രോൾ പരിമിതമാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അത് മാത്രമേ എനിക്കറിയാവൂ. ആരാണ് ശ്രീ സനൽകുമാർ ശശിധരൻ? ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണല്ലോ. ഇങ്ങനെ താങ്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് ആർക്കെതിരെയാണ് പറയുന്നത്? ആരാണ് ഇവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഇതാരാണ് ഇവരുടെ ഫേസ്ബുക്ക് ഹാൻഡിലുകൾ അടക്കം കൈകാര്യം ചെയ്യുന്നത്? ആരാണ്? എനിക്കറിയില്ലല്ലോ. എന്നോട് പറഞ്ഞത് അത് നേരിൽ കണ്ട് സംസാരിക്കാനേ പറ്റുള്ളൂ, അത് ഇങ്ങനെ പറയാൻ ഫോണിലൂടെ പറയാൻ പറ്റില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ആരാണ് എന്നുള്ള കാര്യം നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം. 2 വർഷമായിട്ട് താങ്കൾ സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു സൂചന പോലും താങ്കൾക്കില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് റിലേബിൾ ആയിട്ടുള്ള ബന്ധമാണ്? റിലേബിൾ ആയിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷമായിട്ട് രാത്രി പകൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് ഇല്ല എന്ന് മഞ്ജു വാര്യർ പറയട്ടെ, ഞാൻ ബാക്കി തെളിവുകൾ പുറത്തു വയ്ക്കാം.
അതായത് ഇവരുടെ ഫോൺ നമ്പറിൽ നിന്ന് വന്ന കോളുകൾ അടക്കമുള്ള തെളിവുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ടോ ഇത് തെളിയിക്കാൻ? ഉറപ്പായിട്ടുണ്ട്. അതായത് അവരുടെ നമ്പറിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ടുള്ള ഫോൺ ലിസ്റ്റുകൾ ഉണ്ടോ? ഈ അവരുടെ നമ്പറിൽ നിന്ന് എന്തിനാ വിളിക്കുന്നത്? ഒരാളുടെ ശബ്ദത്തിൽ നിന്ന് വിളിക്കുന്നത്, നിങ്ങൾ വേറൊരു ശബ്ദത്തിൽ നിന്ന് വേറെ നമ്പറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാതാകുമോ? അപ്പൊ വേറെ നമ്പറിൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നിങ്ങൾക്ക് പുറത്തേക്ക് ഒരാൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അത് അയാളാണ് കോൺടാക്ട് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാനുള്ള തെളിവുണ്ട് കയ്യിൽ? എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. 2 വർഷമായിട്ട് ഞങ്ങൾ അവരല്ലെങ്കിലോ മറ്റാരെങ്കിലും അവരുടെ ശബ്ദത്തിൽ വിളിക്കുകയോ നിങ്ങളെ പറ്റിക്കുകയോ ചെയ്യുന്നതാണെങ്കിലോ? ആരാണ് പറയേണ്ടത്? ഞാൻ പറയുന്നു ഇത് മഞ്ജു വാര്യരാണെന്ന്. ഞാൻ പറയുമ്പോൾ മഞ്ജു വാര്യരല്ലേ പറയേണ്ടത്, ഇത് ഞാനല്ല എന്ന് പറയേണ്ടത്. അത് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ പറയണ്ടേ? അല്ല, അതാണല്ലോ കേസ് കൊടുക്കുന്നതിന്റെ അർത്ഥം. താങ്കൾ പറയുന്നത് കേസ് കൊടുക്കുന്നത് താങ്കൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നതും ഒരേ അർത്ഥമാണ്. കേസ് കൊടുക്കുന്നത് ഈ ഇത്ര ദിവസം 10 ദിവസത്തോളം ആയതിനു ശേഷം ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ മഞ്ജു വാര്യർ പൊതുസമൂഹത്തോട് സംസാരിക്കേണ്ടി വരുന്ന ഒരു നിർബന്ധിതമായ ഒരു അവസ്ഥ വന്നാൽ അത് സത്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് അവരെ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി അടക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ചോദിച്ചപോലെ മറ്റാരെങ്കിലും അവരുടെ ശബ്ദത്തിലോ അല്ലെങ്കിൽ അവരാണെന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിലോ? ആരാണ് പറയേണ്ടത്? ഞാനോ നിങ്ങളോ അല്ലല്ലോ പറയേണ്ടത്. അത് നിങ്ങളല്ലോ അത് മറ്റാരെങ്കിലും ആണെന്ന് പറയേണ്ടത്. അത് അവരല്ലേ പറയേണ്ടത്. ഇനിയിപ്പോ നാട്ടിലേക്ക് താങ്കൾ തിരിച്ചു വരും, അങ്ങനെയാണെങ്കിൽ കേസിനെ ഫേസ് ചെയ്യാണല്ലോ വേണ്ടത്. നേരെ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാം, അവരോട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പറയാം. എന്ത് കേസാണ് എന്നുള്ളതൊക്കെ പിന്നീട് ഞാൻ തീരുമാനിക്കാം. നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? താങ്കൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതുകൊണ്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നാട്ടിൽ ജീവിക്കാനുള്ള അവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ നാട് വിടേണ്ടി വന്നത്. നാട്ടിൽ ഞാൻ മര്യാദയ്ക്ക് സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ. അപ്പൊ നാട്ടിലേക്ക് താങ്കൾ തിരിച്ചു വരില്ല? ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു. എനിക്ക് കേരള സംസ്ഥാന സർക്കാരിന്റെ ഏതാണ്ട് 6-7 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡുകൾ ഞാൻ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണല്ലോ ഞാൻ നാട് വിടേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളോട് എന്തായാലും ഒരു കാര്യത്തെ തീരുമാനമായി ഇയാളുടെ കാര്യം കട്ട പോക തന്നെയാണ്. മഞ്ജു വാര്യർ എന്ന ആ ഒരു നടിയെ അപമാനപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയായിരിക്കും ഇയാൾ പറയുക. അല്ലെങ്കിൽ ഇയാൾക്ക് എന്താ പറയുക, മട്ട് അല്ലെങ്കിൽ ഭ്രാന്ത് എന്നീ അവസ്ഥകൾ തന്നെ പറയാല്ലേ. കാരണം ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ വിളിച്ച് പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എന്തൊക്കെയാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്? എന്തായാലും സോഷ്യൽ മീഡിയയിലും ഈ ഒരു സനൽകുമാർ ശശിധരനെ കുറിച്ചുള്ള ട്രോളുകൾ തന്നെയാണ് നിറയുന്നത്. കാരണം മഞ്ജു വാര്യർ എന്നൊരു വ്യക്തിയെ എത്രയോ വർഷങ്ങൾ കൊണ്ട് മലയാളികൾക്ക് അറിയാവുന്നതാണ്. ഒരിക്കലും ആ ഒരു ശബ്ദം മഞ്ജുവിൻ്റെതല്ല എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ടും സ്വന്തം സിനിമയിൽ അഭിനയിച്ച ആ ഒരു നടിയുടെ ശബ്ദം ഇയാൾക്ക് തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വട്ടാണോ എന്താണെന്ന് ഒരു പിടിയില്ല. എന്തായാലും ആരോ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ ഈ മഞ്ജു വാര്യരെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇയാള് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നതാണെന്നെങ്കിൽ പറയാം. എന്തായാലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ, അതുപോലെ തന്നെ മഞ്ജു വാര്യർ ഇത് തന്റെ വോയിസ് അല്ല എന്നുള്ളത് പ്രതികരണം അറിയിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു കാര്യങ്ങളെല്ലാം എഴുതി ചേർത്തായിരിക്കുമല്ലോ ഈ ഒരു കേസ് കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ നടി മഞ്ജു വാര്യരെ കുറിച്ച് പറയണമെങ്കിൽ അവർ എടുക്കുന്ന ഓരോ തീരുമാനം അതിൻ്റെതായ രീതിയിൽ തന്നെ പക്വതയോടുകൂടി തന്നെയാണ് എടുക്കുന്നത്. വന്ന് മീഡിയയിൽ പറയാനുള്ള കാര്യങ്ങൾ അവർ വന്ന് പറയും, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മഞ്ജു വാര്യർ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വോയിസിന്റെ കാര്യത്തിലും അവർ അത് എഴുതി തന്നെ കൊടുത്തു കാണും. അല്ലാത്ത പക്ഷെ ഇങ്ങനെ ഒരു കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ.